രാവിലെ തന്നെ ഉമ്മാൻ്റെ ഒരു കോള്, നാളെ സദ്യ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ, അപ്പോൾ എല്ലാവരും അതിലേക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഞാൻ ഉണ്ടാക്കാൻ ഏറ്റു. എന്തെങ്കിലും 4 ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി കൊണ്ടു ചെല്ലണം. അങ്ങനെ പറമ്പിൽ പോയി നോക്കിയപ്പോൾ ഒരു പപ്പായ കിട്ടി. അതുകൊണ്ടൊരു അച്ചാർ തയ്യാറാക്കുകയാണ്. അച്ചാറുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള അച്ചാറായിരിക്കണമെന്ന് കുട്ടികൾക്ക് നിർബന്ധമായിരുന്നു. എന്തായാലും ഈ ഒരു അച്ചാർ അവർ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അച്ചാർ അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നെ പോകുന്നത്. അങ്ങനെ പപ്പായ കൊണ്ടൊരു അച്ചാറും ഞാൻ തയ്യാറാക്കി. പിന്നെ ഒരു പൈനാപ്പിൾ കൊണ്ടൊരു കിച്ചടി ഉണ്ടാക്കി. എന്തായാലും ഇപ്രാവശ്യത്തെ ഈ ഒത്തുകൂടൽ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒന്നിച്ച് കിട്ടാറില്ല. ഇപ്പോഴും 3 ആൾ ബാക്കിയാണ്. ഇങ്ങനെയുള്ള ഒത്തുകൂടലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ വാപ്പ. വാപ്പ ഇപ്പോൾ നാട്ടിലില്ല. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി. എന്തായാലും ഇപ്പോഴാണ് അതിനൊന്ന് ഒത്തുകൂടിയത്. അങ്ങനെ ഞാൻ 4 വിഭവം ഉണ്ടാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അച്ചാറും റെഡി ആയിട്ടുണ്ട്, കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പുളിഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്യട്ടെ.